നമ്മുടെ ആരോഗ്യരംഗം 10 വർഷം മുൻപുള്ളതൊന്ന് ആലോചിച്ചാൽ മതി. വല്ലാത്ത തകർച്ചയായിരുന്നല്ലോ. 2016 ഞങ്ങൾ വന്നപ്പോ ചെയ്തൊരു നടപടി നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യരംഗം മെച്ചപ്പെടുത്താൻ ഒരു മിഷൻ പ്രവർത്തനം, ആർദ്രം മിഷൻ. പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്താൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന മിഷനായിരുന്നു. ആരോഗ്യരംഗത്ത് ആർദ്രം മിഷൻ. എന്താ അതുകൊണ്ട് സംഭവിച്ചത്? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കുന്നു. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ വിവിധ തരത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുന്നു. വലിയ മാറ്റം കേരളത്തിലെ ആരോഗ്യരംഗത്തുണ്ടായില്ലേ? ഇപ്പൊ കോവിഡിന്റെ അനുഭവം എടുത്താൽ മതി. കോവിഡിന്റെ ഘട്ടത്തിൽ നമ്മുടെ ലോകത്തിലെ സമ്പൽ സമൃദ്ധ രാഷ്ട്രം എന്ന് വിശേഷിപ്പിക്കുന്ന രാഷ്ട്രമടക്കം മുട്ടുകുത്തിപ്പോയി കോവിഡിന് മുന്നിൽ. പക്ഷെ നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റുമല്ലോ, ഒരു ഘട്ടത്തിലും മുട്ടുകുത്തേണ്ടി വന്നില്ല. കോവിഡിന്റെ മൂർധന്യദശ, ആ മൂർധന്യദശയിലും നാം ഒരുക്കിയ ആരോഗ്യ സൗകര്യങ്ങൾ, നമ്മുടെ ആശുപത്രികളിലെ സൗകര്യങ്ങൾ കോവിഡിന്റെ ശേഷിയെ കവച്ചു നിന്നു. അപ്പോഴും ബെഡുകൾ ആശുപത്രികൾ ഒഴിവുണ്ടായിരുന്നു, ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. വെന്റിലേറ്റർ പലയിടങ്ങളിലും ഒഴിവുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ കേട്ടതാണ്. അതിന്റെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടതാണ്. കേരളത്തിൽ ആവശ്യമായത്ര വെന്റിലേറ്ററുകൾ അപ്പോഴും ഒഴിവുണ്ടായിരുന്നു. അവിടെയാണ് രാജ്യവും ലോകവും നമ്മുടെ നാടിനെ നോക്കി ആശ്ചര്യപ്പെട്ടത്. എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു അവസ്ഥ സൃഷ്ടിക്കാനായത്? അത് നേരത്തെ മുതൽ ആരോഗ്യരംഗത്ത് മാറ്റം വരുത്താൻ വേണ്ടി ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ചികിത്സ ലഭ്യമാകണമെന്ന താല്പര്യത്തോടെ ആർദ്രം മിഷനിലൂടെ നാം നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു. ഇതല്ലേ മാറ്റമെന്നത്?